പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യുന്നത് മെഡിക്കലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഓരോരുത്തരുടെയും ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. വേണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യുമ്പം. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് എന്താണ് ഇപ്പം നിങ്ങൾ ഹെയർ ഷേവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ലെങ്തി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രിം ചെയ്യുക, എന്നിട്ട് ഷേവ് ചെയ്യുക. പിന്നെ ഷേവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന റേസർ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് റേസർ ആയിരിക്കണം. മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്ത് അതിൻ്റെ ഷാർപ്നെസ് പോയ റേസർ യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഷേവ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഹെയർ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷൻ ഹെയർ ഏത് ഡയറക്ഷനിലാണോ ഗ്രോ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ഷേവ് ചെയ്യുക. ഓപ്പോസിറ്റ് ഷേവ് ചെയ്യും കുറച്ച് പേര്, കുറച്ചുകൂടി ക്ലീൻ ആവട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ അത് ഇൻഗ്രോൺ ഹെയർ വരാനും കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് പോലെ വരാനും ഉള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷേവ് ചെയ്തതിന് ശേഷം എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യുക. ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ജെൻറ്റിൽ ആയിട്ടുള്ള ഒരു എന്താ അധികം കെമിക്കൽസ് ഇല്ലാത്ത ഒരു അലോവേര ജെല്ലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നമ്മൾ നോർമൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് ബോഡിയിൽ യൂസ് ചെയ്യുന്ന ആ സ്മെല്ലുള്ള പെർഫ്യൂംഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യരുത്. പെർഫ്യൂം ഒന്നും ഇല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ ആണല്ലോ. അതായത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടോ? എന്നല്ല ഞാൻ പറയുന്നത്, മൈൽഡ് ആയിട്ടുള്ള. ഓക്കെ. ഇപ്പൊ ആഫ്റ്റർ ഷേവ് ലോഷനൊക്കെ വേണ്ട അങ്ങനെ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതിലൊക്കെ കെമിക്കൽസ് ഉണ്ട്. ജസ്റ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ബോഡി സേഫ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. അതൊരു 2 to 3 days ഒന്ന് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ ഇതിന് ശേഷം അതിനുള്ള ആഫ്റ്റർ കെയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ശേഷം നമ്മൾ ഭയങ്കര ടൈറ്റ് അണ്ടർവെയർ അല്ലെങ്കിൽ സിന്തറ്റിക് അണ്ടർവെയർ ഒന്നും ഇടാണ്ടിരിക്കുക. കോട്ടൺ ബ്രീത്തബിൾ അണ്ടർവെയർ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഷേവിംഗ് ഇമീഡിയറ്റ്ലി അല്ലെങ്കിൽ ഇഫ് ഇൻ ദ നൈറ്റ് ആണെങ്കിൽ, രാത്രി ആണെന്നുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ടു ഗോ കമാൻഡോ. ജസ്റ്റ് അണ്ടർവെയർ അവോയ്ഡ് ചെയ്ത് ഷോർട്ട്സോ പജാമോസോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ബ്രീത്തിങ് സ്പേസ് ഒന്ന് കൊടുക്കുക.